അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. അള്ളാന്റെ ഹബീബിനോട് വന്ന് സഹാബത്ത് ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലേ, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ് നബിയേ? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആരാണ്? ആ ചോദ്യത്തിന്റെ മുന്നിൽ, ആ ചോദ്യത്തിന് മറുപടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരെന്നറിയോ? കുല്ലു മഹ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ശ്രേഷ്ഠനായ മനുഷ്യനെന്ന് പറയുന്നത് മഹ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ. മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിൽ ശുദ്ധിയുള്ളവനാണ്, ഹൃദയത്തിൽ വിശാലതയുള്ളവനാണ്. മാത്രമല്ല സുദൂഖുൽ ലിസാൻ, സംസാരിക്കുമ്പോ സത്യം മാത്രം പറയുന്നവനാണ്. സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ സത്യസന്ധതയോടുകൂടി സംസാരിക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, സുദൂഖുൽ ലിസാനി നഅരിഫുഹു യാ റസൂലല്ലാഹ്. സംസാരിക്കുമ്പോ സത്യസന്ധമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങൾക്ക് മനസ്സിലായി നബിയേ, അത് ഞങ്ങൾക്ക് മനസ്സിലായി റസൂലേ. പക്ഷേ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞത്, ഹൃദയത്തിൽ വിശാലതയുള്ളവനെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല റസൂലേ. അള്ളാന്റെ ഹബീബിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, ഫമാ മഹ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂലേ, എന്താണ് ഹൃദയത്തിൽ വിശാലത നബിയേ? ഹൃദയത്തിൽ വിശാലത എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്താണ് റസൂലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്നതായ സച്ചരിതരായ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹൃദയത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ അത്തഖിയ്യുൻ നഖിയ്യുൻ ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സഹാബ, ഹൃദയത്തിലെ വിശാലത എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിലെ വിശാലത എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണ്. ലാ ഇസ്മ ഫീഹി, അവനിക്കൊരു പാപവുമില്ല. നാളെ പരലോകത്ത് ഒരു അദാബും അല്ലാഹു അവന് കൊടുക്കൂല. മാത്രമല്ല വലാ ഹസദ, അവന്റെ മനസ്സിന്റെ അകത്ത് അസൂയയില്ല. അവന്റെ മനസ്സിന്റെ അകത്ത് ഒരാളോട് പോലും വിദ്വേഷമില്ല, ഒരാളോട് പോലും പിണക്കമില്ല, ഒരാളോട് പോലും ശത്രുതയില്ല, ഒരാളോട് പോലും അസൂയയില്ല. ഇങ്ങനൊരു മനസ്സുള്ളവനാണ് മഹ്മൂമുൽ ഖൽബ്, അതായത് ഹൃദയത്തിന്റെ വിശാലത എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, സഹാബത്തിനോട് അത് പറഞ്ഞു കൊടുക്കുകയാണ്.
ഈ രണ്ട് സ്വഭാവങ്ങൾ ഉള്ളവനാണ് മനുഷ്യരിൽ ഏറ്റവും വലിയ ഉത്തമൻ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മറക്കണ്ട പ്രിയപ്പെട്ടവരെ, ഏതാണ് ആ രണ്ട് സ്വഭാവം? ഒന്നാമത്തത് ഹൃദയത്തിൽ വിശാലതയാണ്. ഒരാളോട് പോലും ദേഷ്യമില്ലാത്ത, ഒരാളോട് പോലും അസൂയയില്ലാത്ത, ഒരാളോട് പോലും മുശുപ്പില്ലാത്ത, ഒരാളോട് പോലും ദേഷ്യമില്ലാത്ത, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഹൃദയമുള്ളവനാണ്. രണ്ടാമത്തെ കാര്യം ഏതാണ്? സുദൂഖുൽ ലിസാൻ, സത്യം മാത്രം സംസാരിക്കുന്നവനാണ്. അല്ലാഹുവേ, പടച്ചവനേ, ഈ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഹൃദയത്തിൽ വിശാലതയുള്ളവരാക്കണേ പടച്ചവനെ, ഹൃദയത്തിൽ വിശാലതയുള്ളവരാക്കണേ അല്ലാ. ഹൃദയത്തിൽ വിശാലത വേണോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക. ഈ ദുആ നിങ്ങൾ പഠിച്ചാൽ, ഈ ദുആ നിങ്ങളെ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഹൃദയം വിശാലമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ വിശാലത വരുന്ന ദുആയാണ്. അതുകൊണ്ട് മറക്കണ്ട. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക. മാത്രമല്ല, സുബ്ഹി നിസ്കാരത്തിന് ശേഷം 71 പ്രാവശ്യം യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന ഒരു ദിക്ർ കൂടി നിങ്ങൾ പറയണം. അങ്ങനെ പറയുന്നവനെ സുബഹി നിസ്കാരത്തിന് ശേഷമാണ് 71 പ്രാവശ്യമാണ്. നിന്റെ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് നീ പറഞ്ഞോ, യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്. ഇങ്ങനെ പറയുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹു വിശാലത കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്കത് പറയാനുള്ള തൗഫീഖ് തരണേ റബ്ബേ.